ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോർജ്, എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക പള്ളിയുടെ ട്രസ്റ്റിയാണ്. ഞാനൊരു ക്ഷമാപണത്തോടുകൂടി തന്നെ തുടങ്ങുകയാണ്. കാരണം പൊതുവെ ഇത്തരം അഭിമുഖങ്ങൾക്ക് ഞാൻ വിസമ്മതിക്കുന്നയാളും സത്യത്തിൽ ഇഷ്ടപ്പെടാത്തയാളും. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട ഒരു അത്യന്താപേക്ഷിതമായ സാഹചര്യം വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാണ്, കേരള കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു വിധി പ്രസ്താവ്യം സഭാ ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് അത് വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് വേണ്ട വിധം നമ്മുടെ വിശ്വാസ സമൂഹം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അഭിമുഖത്തിന് തയ്യാറാകുന്നത്. നമ്മുടെ മാണിപ്പറമ്പിൽ അച്ഛൻ അതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു വിലയിരുത്തൽ നടത്തിയെങ്കിലും അതിന്റെ നിയമവശങ്ങൾ വളരെ കൃത്യമായി പ്രതിപാദിക്കപ്പെട്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആദ്യമായി ഞാൻ പറയാം, ഈ ട്രിബ്യൂണലിന്റെ നിയമസാധുത അല്ലെങ്കിൽ അധികാരം സംബന്ധിച്ച് വിശ്വാസ സമൂഹത്തിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, സഭയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ ട്രിബ്യൂണലിനെ ആരാണ് നിയമിച്ചതെങ്കിലും നിയമനത്തിന് ശേഷം ഈ ട്രിബ്യൂണലിനുള്ള അധികാരം ഈ നിയമനം നടത്തിയവർക്ക് മേലെയുമുണ്ട് എന്നുള്ളത് നിസ്സംശയമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയെ നിയമിക്കുന്നത് കൊളീജിയമാണെങ്കിലും അതിന് നോ ഒബ്ജക്ഷൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കൊടുക്കണം. അത് അപ്പോയിന്റ് ചെയ്യാൻ ഗവർണറുടെ ശുപാർശ വേണം. അപ്പോയിന്റ് ചെയ്യുന്ന ഇന്ത്യൻ പ്രസിഡന്റാണ്. പക്ഷേ നിയമിതനായി കഴിഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിക്ക് ഗവർണർക്കെതിരെയും പ്രസിഡന്റിനെതിരെയും ഉത്തരവ് പുറപ്പിക്കാൻ അധികാരമുണ്ട്. അതാണ് നിയമവ്യവസ്ഥ. അതുപോലെ തന്നെ ഒരു സഭാ ട്രിബ്യൂണൽ നിയമിക്കപ്പെട്ട ശേഷം നിയമിച്ചയാൾക്കെതിരെയും ഉത്തരവ് പാസാക്കാനുള്ള നിയമപരമായ അവകാശം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾ ഓർക്കണം, കേരള കത്തോലിക്ക സഭയിലെ ഏറ്റവും ആദരണീയരായ, നല്ല സൽപ്പേരുള്ള, വളരെയധികം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള, കാനൻ നിയമത്തെക്കുറിച്ച് അത്യഗാധമായ പാണ്ഡിത്യമുള്ള, സത്യസന്ധരായ 4 പുരോഹിതന്മാർ ചേർന്ന് തയ്യാറാക്കിയ സഭാ ട്രിബ്യൂണലിന്റെ ഈ 26/6/2025 ഉത്തരവ് എന്ന് പറയുന്നത്, സവിനയം ഞാൻ പറയട്ടെ, നമ്മുടെ ബഹുമാനപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിക്കെതിരെയുള്ള ഒരു കുറ്റപത്രം തന്നെയാണ്. ആ കുറ്റപത്രത്തിലെ ആദ്യത്തെ കാര്യം പറയുന്നത്, ശിക്ഷാ നടപടികൾക്ക് വിധേയനായ ഫാദർ വർഗീസ് മണവാളനുമായി പാമ്പ്ളാനി പിതാവ് ഒരു രഹസ്യധാരണയിലെത്തിയിരുന്നു. 2025 ഏപ്രിൽ മാസത്തിൽ തന്നെ ട്രിബ്യൂണൽ ചോദിക്കുകയാണ്, ശിക്ഷാ നടപടിക്ക് വിധേയനായ പുരോഹിതനെ എന്തിനു നിങ്ങൾ കണ്ടു? കാണാനുള്ള അവകാശം എന്താണ്? നിങ്ങള് ഫാദർ വർഗീസ് മണവാളനും പാമ്പ്ളാനി പിതാവും തമ്മിൽ രഹസ്യമായ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു എന്ന് പാമ്പ്ളാനി പിതാവിന്റെ 12/6/2025 മറുപടിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇന്നേ വരെ പാമ്പ്ളാനി പിതാവ് നിഷേധിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് സത്യമാണ് എന്ന് മാത്രമേ ഈ ട്രിബ്യൂണലിന് കാണാൻ കഴിയൂ. നിങ്ങളൊന്ന് ഓർക്കണം, പട്ടാളത്തിലാണ് ഇത്തരം ഒരു തെറ്റ് ചെയ്തതെങ്കിൽ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന ശിക്ഷാ നടപടിയാണ് നടക്കുന്നത്. കാരണം 2 ഭാഗം തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർഭാഗവുമായി രഹസ്യ ചർച്ച നടത്തുക അല്ലെങ്കിൽ കുറ്റാരോപിതനായി ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് സംരക്ഷണം ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളത്തിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ആണ്. അത്ര ഗുരുതരമായ ഒരു തെറ്റാണ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ചെയ്തത് എന്ന് അസന്നിഗ്ധമായി ട്രിബ്യൂണൽ പറയുകയാണ്. പിന്നീട് ട്രിബ്യൂണൽ പറയുന്നു, സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷം ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹത്തെ അവിടെ തുടരാൻ അനുവദിച്ചതിൽ നിന്ന്
അതുവഴിയായി പള്ളിക്കും സഭാ വിശ്വാസികൾക്കും ഉണ്ടായ നഷ്ടത്തിന് മറ്റാരുമല്ല ഉത്തരവാദി, പിതാവ് തന്നെയാണ് ഉത്തരവാദി എന്ന് പറയുന്നു. എത്ര ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. ഈ ട്രിബ്യൂണൽ 2/6/2005 തീയതി ഒരു ഉത്തരവ് നടപ്പിലാക്കുവാൻ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ആ ഉത്തരവ് നടപ്പാക്കാതെ കുറ്റാരോപിതനായ പുരോഹിതനെ അവരെ തുടരാൻ അനുവദിച്ചത് വഴി വിശ്വാസ സമൂഹത്തോടും കത്തോലിക്ക സഭയോടും പിതാവ് ചെയ്ത് വലിയ അപരാധമാണെന്നും അക്ഷന്തവ്യമായ കുറ്റമാണെന്നും സഭാ ട്രിബ്യൂണല് ആണയിട്ട് പറയുകയാണ്. സഭാ കോടതിയിൽ മുമ്പാകെ നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ കുറ്റാരോപിതനായ പുരോഹിതനുമായി ധാരണയിലെത്തി എന്നത് വളരെ വളരെ ഗൗരവതരവും കോടതി നടപടികളിലുള്ള ഇടപെടലുമായി കണക്കാക്കേണ്ടതായി വരുമെന്നും ട്രിബ്യൂണൽ പറയുന്നു. പിന്നീട് ട്രിബ്യൂണൽ ചോദിക്കുന്ന വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച ഫാദർ വർഗീസ് മണവാളനെ പള്ളിയിൽ നിന്ന് നീക്കം ചെയ്തില്ല? ട്രിബ്യൂണൽ പറയുന്നു, പോലീസ് സഹായം ചോദിക്കുന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനെതിരല്ല. അത് മാത്രവുമല്ല, ബഹുമാനപ്പെട്ട പാമ്പ്ളാനി പിതാവ് തന്നെ മുൻ അവസരങ്ങളിൽ ട്രിബ്യൂണല് 3 തീയതി വളരെ കൃത്യമായി പറയുന്നു. അതായത് 2-5-3 തീയതികളാണ് ട്രിബ്യൂണല് കൃത്യമായി പറയുന്നത്. അതായത് 5-6-19-6 തീയതികളിൽ കൃത്യമായി പോലീസ് സഹായം പിതാവ് നേടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സമ്മേളനം നടത്താൻ, വൈദിക സമ്മേളനം നടത്താൻ പോലീസ് സഹായം ആവശ്യപ്പെട്ട പാമ്പ്ളാനി പിതാവിന് എന്തുകൊണ്ട് പോലീസ് സഹായത്തിൽ മണവാളനെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ചോദ്യമായി ട്രിബ്യൂണൽ ഉയർത്തുകയാണ്. അപ്പോൾ അക്ഷന്തവ്യമായ അലംഭാവം മണവാളനെ അവിടെ തുടരുന്നതിൽ മണവാളൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു ധാരണയിൽ എത്തിയിരുന്നു എന്നുള്ളത് ട്രിബ്യൂണലിന് വിശ്വസിക്കേണ്ടതായി വന്നിരിക്കുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ പാമ്പ്ളാനി പിതാവിനോട് നേരിട്ട് ഹാജരായി സത്യവാങ്മൂലം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ ട്രിബ്യൂണലിന്റെ അധികാരം നിങ്ങൾക്ക് മനസ്സിലാകും. മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയോട് ആദ്യപടിയായി ട്രിബ്യൂണലിന് മുമ്പിൽ ഹാജരായി എന്തുകൊണ്ട് 2-6 ഉത്തരവ് നടപ്പാക്കിയില്ല, നടപ്പിലാക്കാൻ പോലീസ് സഹായം ആവശ്യപ്പെട്ടില്ല, നിരോധനത്തിന് വിധേയനായ ഒരു പുരോഹിതൻ നടത്തിയ കുമ്പസാരം, മറ്റു തിരുക്കർമ്മങ്ങൾ, ഇവയൊക്കെ എന്തുകൊണ്ട് തടഞ്ഞില്ല? ട്രിബ്യൂണൽ ഏറ്റവും ഗൗരവമായിട്ട് കാണുന്ന ഒരു കാര്യം കത്തോലിക്ക വിശ്വാസത്തിന്റെ അസ്ഥിവാരം തകർക്കുന്ന ഒരു പ്രവൃത്തി, നിരോധിക്കപ്പെട്ട ഏർക്കപ്പെട്ട ഒരു പുരോഹിതൻ കുംഭസാരം നടത്തിയതിന് 2-ലധികം തെളിവുകൾ ട്രിബ്യൂണലിൽ കിട്ടിയതായിട്ട് പറയുന്നു. നിങ്ങൾക്കറിയാം, കുംഭസാരം എന്ന ഒരു കർമ്മം എത്ര പരിപാവനമായാണ് കത്തോലിക്ക സഭ കാണുന്നത്. ഏർപ്പെടുത്തിയ ഒരു പുരോഹിതൻ എല്ലാ വിലക്കുകളും അവഗണിച്ചുകൊണ്ട് കുംഭസാരം എന്ന കൂദാശ നടത്തി എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് തകരുന്നത്. അവിടെയാണ് ട്രിബ്യൂണൽ പറയുന്നത്, അച്ചടക്കമില്ലാതെ ഈ സഭയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല, അനുസരണ ഇല്ലാതെ ഈ സഭയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ട്രിബ്യൂണൽ പറയുന്നു, അനുസരണം ആദരിക്കപ്പെടണം, അനുസരണ ഇല്ലായ്മ ശിക്ഷിക്കപ്പെടണം. ഇവിടെ അനുസരണയില്ലാത്ത മണവാളനച്ഛന് അംഗീകാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയാണ് ചെയ്തത് എന്ന് കൃത്യമായി ട്രിബ്യൂണൽ പറയുന്നു. പിതാവ് തന്നെ ബാങ്കിനെഴുതി ശിക്ഷാ നടപടിക്ക് വിധേയനായ ആളാണ് ഫാദർ വർഗീസ് മണവാളൻ. ഫാദർ വർഗീസ് മണവാളൻ യാതൊരു അധികാരവുമില്ല. ഫാദർ വർഗീസ് മണവാളൻ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ ആരുമല്ല എന്ന് പിതാവ് തന്നെ പിതാവിന്റെ കൈപ്പടയിൽ എഴുതിയതിനു ശേഷം ഈ ശിക്ഷാ നടപടിക്ക് വിധേയനായ പുരോഹിതനെ വൈദിക സമിതിയിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ചിരിക്കുന്നു. സഭയോടുള്ള അനാദരവിന്
സഭയുടെ ഉത്തരവ് ധിക്കരിച്ചതിന് ശിക്ഷ ലഭിക്കേണ്ട ഒരാളെ സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചു ബഹുമാനിച്ച് വിശ്വാസ സമൂഹത്തിനോടും സഭയോടും തന്നെ പാമ്പളാനി പിതാവ് വലിയ തെറ്റാണ് ചെയ്തത് എന്നാണ് ട്രിബ്യൂണൽ പറയുന്നത്. ഞാനതാണ് പറയുന്നത്. ട്രിബ്യൂണലിന്റെ കണ്ടെത്തലുകള് തീർച്ചയായും ഒരു കുറ്റപത്രമാണ്. പിന്നീട് ട്രിബ്യൂണൽ പറയുന്നു, പള്ളിവക സ്വത്തുക്കൾ, പള്ളിവക പണം സ്വന്തം ഉപയോഗത്തിനായി, സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുവാൻ ആരാണ് പുരോഹിതന് പെർമിഷൻ നൽകിയത്? ഇവിടെയാണ് ഉത്തരവിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഒരു വസ്തുത നിങ്ങളുടെ മുമ്പിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അർഹതയില്ലാത്തൊരു പുരോഹിതനെ വൈദിക സമിതിയിൽ യോഗത്തിലുടനീളം പങ്കെടുക്കാൻ അനുവദിച്ചപ്പോൾ ബസിലിക്ക പള്ളിയുടെ നിയമപരമായി നിയുക്തനാക്കപ്പെട്ട ഫാദർ തരിയൻ ഞാളിയത്തിനെ യാതൊരു മര്യാദയുമില്ലാതെ ആ മീറ്റിംഗിൽ നിന്ന് ഇറക്കി വിട്ട് ആ പുരോഹിതനെ തീർത്തും അപമാനിക്കുന്ന ഒരു പ്രവൃത്തി കൂടി ഉണ്ടായി. വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയത്തില് അതുണ്ടാക്കിയ മുറിവ് ചെറുതൊന്നുമല്ല. എങ്കിലും സഭയുടെ നിലനിൽപ്പിന് വേണ്ടി അനുസരണയിൽ, വിശ്വാസത്തിൽ വിശ്വാസികൾ അതെല്ലാം പൊറുത്തു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, ഫാദർ വർഗീസ് മണവാളൻ ഒന്ന് വിളിക്കുമ്പോൾ പോലീസ് ഓടിയെത്തുന്നു, അദ്ദേഹത്തിന് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾ അത്ഭുതത്തോടെ ഓർത്തിട്ടുണ്ട്. ആരാണ് ഇതിന് നിർദ്ദേശം കൊടുക്കുന്നത്? ഈ അടുത്ത സമയം പോലീസിന്റെ ഒരു ഉത്തരവ് വന്നു, ഫാദർ വർഗീസ് മണവാളന് ഒരു വനിതാ കുക്കിനെ അകത്ത് കയറ്റി വിടണം, കൂടാതെ ഒരു വനിതാ നേഴ്സിനെ ഫുൾ ടൈം നിർത്തണം, ഒരു സഹായിയെയും. വർഗീസ് മണവാളന്റെ മുറിയില് 2 വനിതകള്, ഒരു വനിതാ നേഴ്സ്, ഒരു വനിതാ കുക്ക്, കൂടാതെ ഒരു സഹായി, അങ്ങനെ 3 പേരെ പ്രവേശിക്കണമെന്ന് പറഞ്ഞ് പോലീസിന് നിർദ്ദേശം വന്നു. ഞങ്ങൾ അതിനെ എതിർത്തു. കാരണം കത്തോലിക്ക സഭയില് അങ്ങനെ ഒരു സംവിധാനമില്ല. അങ്ങനെ ഒന്ന് നിർദ്ദേശിക്കുവാൻ പോലീസിന് അധികാരവുമില്ല. ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്കായി എന്നെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ തരിയൻ ഞാളിയത്തിന്, നമ്മുടെ പ്രിയപ്പെട്ട ME മത്തായി വർക്കി മുതിരേന്തി സാറ്, ഒരു സഹോദരി സിസ്റ്റർ സീലിയ ആന്റണി, ഞങ്ങള് ACPയുടെ മുറിയിൽ വെച്ച്, എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുറിയിൽ വെച്ചൊരു ചർച്ച നടന്നു. ആ ചർച്ച നടത്തിയപ്പോൾ യാതൊരു മടിയുമില്ലാതെ ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, മണവാളന് എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ, മണവാളന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആ നിർദ്ദേശം പാലിക്കാൻ, പാമ്പ്ളാനി പിതാവിന്റെ ഈ നിർദ്ദേശം പാലിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശമുണ്ട്. ഞങ്ങൾ ഞെട്ടിപ്പോയി, ഞങ്ങളത് വിശ്വസിച്ചില്ല. കാരണം അനധികൃതമായി താമസിക്കുന്ന ഒരു പുരോഹിതന് സംരക്ഷണം ഒരുക്കാൻ ഒരു മതമേലധ്യക്ഷനും പറയുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലീസിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. പോലീസ് ഹറാസ്മെന്റിനെതിരെ അത് പെൻഡിങ് ആണ്. അതിൽ കൃത്യമായ നിർദ്ദേശവുമുണ്ട്. ഇപ്പോൾ ഈ ട്രിബ്യൂണലിന്റെ ഉത്തരവ് വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന് പറഞ്ഞത് എത്ര സത്യമായിരുന്നു എന്ന്. അപ്പോ സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കാൻ, മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ സഭയോടൊപ്പം നിന്ന് തെരുവിൽ യാതന അനുഭവിക്കുമ്പോൾ, തെരുവിൽ വിശ്വാസികൾ സമരം ചെയ്യുമ്പോൾ, സിനഡിന്റെ തീരുമാനം അട്ടിമറിക്കാനായി അവിടെ അനധികൃതമായി തുടരുന്ന പുരോഹിതന് എല്ലാ സംരക്ഷണവും ഒരുക്കി എന്ന് പറയുന്നു. അത് ഞാൻ പറയുന്നതല്ല. സഭാ സിനഡ് നിയോഗിച്ച ഉന്നതമായ ധാർമ്മിക മൂല്യമുള്ള, ഉത്തരവാദിത്ത ബോധ്യമുള്ള സഭയിലെ പരമാധികാര സഭയുമായ സിനഡിലെ 4 പുരോഹിതന്മാർ ചേർന്ന് തയ്യാറാക്കിയ ഉത്തരവിലാണ് പറയുന്നത്. ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല, അധികം ദീർഘമായിട്ട് പോകുന്നില്ല. ഫാദർ വർഗീസ് മണവാളൻ നടത്തിയ എല്ലാ കൂദാശ കർമ്മങ്ങളും സഭാ സിനഡ് അസാധുവാക്കിയിരിക്കുകയാണ്. കൂടാതെ
ഇതുവരെയുള്ള നിയമവിരുദ്ധ പ്രവൃത്തി സംബന്ധിച്ച് ഈ കോടതി മുമ്പാകെ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സത്യവാങ്മൂലത്തിന്റെ കരുത്തും അതിന്റെ വിലയും അഭിഭാഷക സമൂഹത്തിന് അറിയാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജനവിഭാഗത്തിന് അറിയാം. ഒരു സത്യവാങ്മൂലം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ ട്രിബ്യൂണലിന്റെ അധികാരം മനസ്സിലാക്കുക. അത് ഒരു മതമേലധ്യക്ഷരോട് നിർദ്ദേശിക്കണമെങ്കിൽ മതമേലധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവവും നിസ്സംഗതയും ഉത്തരവാദിത്ത രാഹിത്യവും എത്രമാത്രം ഭയങ്കരമാണെന്ന് ട്രിബ്യൂണൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വിശ്വാസ സമൂഹത്തിനോട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, ഈ ചെറിയ സമയത്തിനുള്ളിൽ ഓരോന്നായി എനിക്ക് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ 26/6/2025 തീയതിയിലെ ട്രിബ്യൂണലിന്റെ ഈ വിശദമായ ഉത്തരവ് നിങ്ങൾ തീർച്ചയായും പരിശോധിക്കണം, വായിക്കണം, ഉൾക്കൊള്ളണം. നമ്മുടെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലും എന്താണ് സംഭവിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് സിനഡ് തീരുമാനം നടപ്പിലാകാതെ വരുന്നതെന്നും എന്തുകൊണ്ടാണ് മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പിലാകാതെ വരുന്നതെന്നും എന്തുകൊണ്ടാണ് ഏകീകൃത കുർബാന അർപ്പണം നടക്കാതെ പോകുന്നതെന്നും മനസ്സിലാക്കണമെങ്കിൽ വേലി തന്നെ വിളവ് തിന്നുകയാണ് എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിലയിരുത്തലിലാണ് നമ്മൾ 26/6/2025 തീയതി ഇറങ്ങിയ സർക്കുലറെ വിലയിരുത്തേണ്ടത്. ആർക്കു വേണ്ടിയാണ് ഈ സർക്കുലർ? അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ്? സഭയുടെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയാണോ? സിനഡ് കുർബാന അർപ്പിക്കപ്പെടാൻ വേണ്ടിയാണോ? ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ വേണ്ടിയാണോ നമ്മുടെ പാമ്പ്ളാനി പിതാവ് നിയുക്തനായത്? അതോ വിമതരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് സഭാ തീരുമാനം അട്ടിമറിക്കാനാണോ? സിനഡ് തീരുമാനം അട്ടിമറിക്കാനാണോ? മാർപ്പാപ്പയെ അപഹസിക്കാനും കളിയാക്കാനുമാണോ? വിശ്വാസികളുടെ മുഖത്ത് കരിവാരിത്തേക്കുവാനാണോ പാമ്പ്ളാനി പിതാവ് നിയുക്തനായതെന്ന് നിങ്ങൾ ഓർക്കണം. ഈ ട്രിബ്യൂണലിന്റെ ഉത്തരവിന്റെ വെളിച്ചത്തിൽ ഞാൻ ഈ സർക്കുലറിലെ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുകയാണ്. വ്യത്യസ്ത നിലപാടുകളുള്ള അൽമായരുടെയും വൈദികരുടെയും പ്രതിനിധികളുമായി ഞങ്ങൾ ചർച്ചകൾ നടത്തുകയുണ്ടായി. നിങ്ങൾ ഓർക്കണം, വ്യത്യസ്ത നിലപാടുകളുള്ള അൽമായരുടെയും വൈദികരുടെയും പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയാണ് ഞാൻ ഈ സർക്കുലർ ഇറക്കിയതെന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അറിവിൽ സഭയോടൊപ്പം നിൽക്കുന്ന, വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുന്ന ഓരൊറ്റ വ്യക്തിയുമായും ഒരൊറ്റ പ്രസ്ഥാനവുമായും ചർച്ച നടത്തിയിട്ടില്ല. ആരെങ്കിലും യാചിച്ച്, ആരെങ്കിലും എരന്ന് ഒരു ഡിസ്കഷന്, ഒരു അഭിമുഖത്തിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വൈമനസ്യത്തോടെ, വളരെ ബുദ്ധിമുട്ടോടെ വല്ലപ്പോഴും ഒരു സംസാരം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഔദ്യോഗികമായി സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുമായും ഒരു പ്രസ്ഥാനവുമായും ചർച്ച നടന്നിട്ടില്ല. ഇത് പച്ചക്കള്ളമാണ്. ഈ സർക്കുലറിലെ ഒരിക്കലും ഞാൻ അതിന്റെ പൊള്ളയായ ചില സംഗതികള് 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ 4-ാമത്തെ ക്ലോസിൽ 6-ാമത്തെ ക്ലോസിൽ പറയുന്നു, നിലവിലുള്ള സാഹചര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ വൈദിക മേലധ്യക്ഷന്മാരോ പള്ളികൾ സന്ദർശിക്കുമ്പോൾ അവിടെ ഏകീകൃത കുർബാന നടത്തണം. അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കുടുംബാംഗങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഏകീകൃത കുർബാന നടത്തണം. അപ്പോ വിശ്വാസികൾക്കൊരു മരണം സംഭവിച്ചാൽ, വിശ്വാസികൾക്ക് ഒരു കല്യാണ ആവശ്യം വന്നാൽ, ഒരു മാമോദീസ വന്നാൽ അവിടെ വിശ്വാസികളുടെ ആവശ്യപ്രകാരം ഏകീകൃത കുർബാന നടക്കില്ല. മതമേലധ്യക്ഷന്മാർ വന്നാൽ ഏകീകൃത കുർബാന നടത്തണം. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഏകീകൃത കുർബാന നടത്തണം. അപ്പോൾ സഭയിൽ 2 തട്ടിലാളുകളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പർ ക്ലാസ് എന്നും ലോവർ ക്ലാസ് എന്നും പറഞ്ഞ് ഒരു ക്ലാസിനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ ക്ലോസ് 6 ഒന്ന് വായിച്ചു നോക്കണം. അതുപോലെ തന്നെ ക്ലോസ് 3 വളരെ വിചിത്രമാണ്.
നിലവിലുള്ള കുർബാനക്രമം സാധുവായി തുടരാവുന്നതും ഞായറാഴ്ച കടത്തിന് പരിഹാരമാകുന്നതുമാണ്. ക്ലോസ് 3 അതായത് കത്തോലിക്ക സഭ തീരുമാനിച്ച്, സിനഡ് തീരുമാനിച്ച്, പൗരസ്ത്യ സഭയ്ക്ക് കൊടുത്ത് മാർപ്പാപ്പ എൻഡോഴ്സ് ചെയ്ത ഏകീകൃത കുർബാനയെ അട്ടിമറിച്ച് കുർബാന നടത്താമെന്ന് പിതാവ് പറഞ്ഞാൽ സിനഡിനും മാർപ്പാപ്പയ്ക്കും മുകളിലാണ്. അല്ലെങ്കിൽ ഒരു കോടതി ഭാഷ പറഞ്ഞാൽ ഹൈക്കോടതിയെക്കാളും സുപ്രീം കോടതിയെക്കാളും മുകളിലാണ് മുനിസിഫ് കോടതി. ആ മുനിസിഫ് കോടതി ഇരുന്ന് ഹൈക്കോടതി ഉത്തരവിനെയും സുപ്രീം കോടതി ഉത്തരവിനെയും തിരുത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് എന്ത് വിശദീകരണം പറയാനാണ്? ഇത്ര അബദ്ധ ജഡിലമായ ഒരു സർക്കുലർ ഞാൻ ഊന്നി പറയുകയാണ്. ഇത്ര അബദ്ധ ജഡിലമായ ഒരു സർക്കുലർ. പിന്നെ വേറൊന്നുണ്ട്, ഏകീകൃത കുർബാന ചെല്ലാനുള്ള സമയം. അതാണ് ഏറ്റവും രസകരം. ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന രാവിലെ 5:30-നും 10:30-നും ഇടയിലോ വൈകുന്നേരം 3:30-നും 6-നും ഇടയിലോ ആരംഭിക്കുന്ന രീതിയിൽ അർപ്പിക്കേണ്ടതാണ്. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ സംബന്ധ വീടുകളിൽ പോകാൻ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ചില ആളുകൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ചൊല്ലിക്കോളാൻ ഒരു ഷെഡ്യൂൾ സമയമില്ലേ? ഒരു പള്ളിയില് രാവിലെ 8 മണിക്ക് കുർബാന, 10 മണിക്ക് കുർബാന, 5 മണിക്ക് കുർബാന. ഏകീകൃത കുർബാന, രണ്ടാമത്തെ കുർബാന ഏകീകൃത കുർബാനയായിരിക്കണമെന്ന് പറയാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അല്ലെങ്കിൽ വൈകുന്നേരത്തെ 3-ാമത്തെ കുർബാന 5 മണി കുർബാന ഏകീകൃത കുർബാന ആയിരിക്കണമെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റിയില്ല? അപ്പോൾ ഏകീകൃത കുർബാന എന്ന സഭയുടെ തീരുമാനം പയ്യെ മാറ്റി വെച്ചിട്ട് അത് തലയിൽ മുണ്ടിട്ടുകൊണ്ട് എപ്പോഴെങ്കിലും ചൊല്ലിക്കൂ. എന്നിട്ട് വിമതർ ആവശ്യപ്പെടുന്ന കുർബാനയ്ക്ക് സമയക്രമം പാലിച്ചിരിക്കുന്നു. ഇത് വിശ്വാസ സമൂഹം അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതല്ലെങ്കിൽ ആരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു സർക്കുലറാണ്? ഇതിന്റെ നിലനിൽപ്പ് എന്താണ്? ഞാൻ കൂടുതലൊന്നും കടക്കുന്നില്ല. എണ്ണി ഈ സർക്കുലർ സംബന്ധിച്ച്, ഈ സർക്കുലറിലെ അപാകത സംബന്ധിച്ച്, ഇതിന്റെ സാധുത ഇല്ലായ്മ സംബന്ധിച്ച്, ഇതിന്റെ നിലനിൽപ്പില്ലായ്മ സംബന്ധിച്ച്, ഇതിലെ പൊള്ളത്തരം സംബന്ധിച്ച് സഭയുടെ ഉന്നതാധികാരമായ സമിതിയായ സിനഡിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട്, കത്തോലിക്ക സഭയുടെ മേലധികാരികളെ നോക്കികുത്തികളായിക്കൊണ്ട് ചില ആളുകളുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി ഈ സർക്കുലർ അർഹിക്കുന്ന അവധിയോടെ വിശ്വാസ സമൂഹം തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. ഈ സർക്കുലറിന്റെയും ഈ ട്രിബ്യൂണലിന്റെയും ഉത്തരവിന്റെ വെളിച്ചത്തിൽ ഇന്നിറങ്ങിയ ട്രാൻസ്ഫർ ഓർഡറും നാം വിലയിരുത്തേണ്ടതാണ്, കാണേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.